എനിക്കിപ്പോൾ ഒരു വർഷമായിട്ടുണ്ട് ഏകദേശം. കാലിന് നന്നായിട്ട് ഇടതുവശത്തെ കാലിന് നല്ല പെയിനൊക്കെ ആയിട്ട് അത് ശരിക്കും പറയുകയാണെങ്കിൽ മുട്ടിനും പിന്നെ ഇടയ്ക്ക് കാലിൻ്റെ താഴേക്കും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരും. കണ്ടിന്യൂസ് അങ്ങനെ പെയിനായിട്ട് നിൽക്കില്ല, വരിക പോവുക എങ്ങനെയായിരുന്നു. പിന്നെ പണ്ടത്തെ പോലെ നടക്കാനോ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റില്ല. എന്തോ ഒരു വലിയ വെയിറ്റ് എൻ്റെ മുട്ടിൽ കെട്ടിയിട്ട പോലെയുള്ളൊരു ഫീലാണ് വരുന്നത്. പിന്നെ അടിഭാഗത്ത് ബൾജ് ചെയ്യണ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് കാല് മടക്കാനോ, സാധാരണ ഞാൻ ആദ്യമൊക്കെ മുട്ടയിൽ നിൽക്കാന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് മുട്ടുകുത്തും എണീക്കും. പിന്നെ എനിക്കത് പറ്റാണ്ടായി, കൈയൊക്കെ മുട്ട് കുത്തേണ്ട ഒരു അവസ്ഥയായി. അപ്പോൾ ഓർത്തോനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ടുണ്ട്. എന്നാലും എനിക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ക്ലിയർ ആവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള ഞങ്ങളുടെ ഒരു പരിചയത്തിലുള്ള ചേച്ചിയാണ് ഈ സ്ഥലത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ ഉള്ളിൽ വലിയ പ്രതീക്ഷയും വിശ്വാസമൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, എന്തെങ്കിലും ഗുണം കിട്ടണമെങ്കിൽ കിട്ടട്ടെ, കിട്ടിയില്ലെങ്കിൽ കിട്ടണ്ടെന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് വന്നത്. പക്ഷേ വന്നു ഡോക്ടറെ കൊണ്ട് സംസാരിച്ചപ്പോൾ എനിക്ക് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടി. കാരണം എന്താണ് കാലിൻ്റെ പ്രോബ്ലം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കുറേ കാര്യങ്ങൾ അതിൽ എന്താ പറയുക, കുറച്ച് സത്യം ഉണ്ടെന്ന് തോന്നി. കാരണം എന്ന് വെച്ചാൽ ഞാൻ മറന്നു കിടന്ന വീണ കാര്യങ്ങൾ അങ്ങനെ പലതും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റി. അപ്പം അതിനെ ബേസ് ചെയ്ത് പതുക്കെ പതുക്കെ കാലിൽ വന്ന ഒരു മാറ്റമാണ് ഇതെന്നാണ് എനിക്ക് ഡോക്ടർ പറഞ്ഞത് വെച്ചിട്ട് മനസ്സിലായിക്കണേ. അപ്പം അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എക്സസൈസാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് എണീക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ഇവിടെ പെയിൻ വരുന്നോണ്ട് ഞാൻ എണീക്കുമ്പോൾ പതുക്കെ ഒന്ന് ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ശരിക്കൊരു കാലിന് പ്രശ്നമുള്ള ഒരു വ്യക്തിയുടെ ഒരു ഫീലിലാണ് ഞാൻ എണീക്കുകയും ഇരിക്കുകയും ചെയ്തിരുന്നത്. അത് വിട്ട് ഞാനൊന്ന് എൻ്റെ കാല് ഫ്രീ ആയൊരു ഫീലുണ്ട്. കാരണം എനിക്ക് ഈ പ്രസൻറ്റ് ടൈമിൽ കാലൊന്ന് റിലാക്സ് ആയ ഫീൽ എനിക്ക് നന്നായിട്ടുണ്ട്. നടക്കുമ്പോഴും അത് ഫീൽ ചെയ്ത്. കാരണം 2-3 പ്രാവശ്യം എന്നെ നടത്തിച്ചു. അപ്പൊക്കെ എനിക്ക് ആദ്യം നടന്നിരുന്നത് വിട്ട് കാലൊന്ന് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. നടക്കുന്നതിൽ വ്യത്യാസം തോന്നുന്നുണ്ട്. ആള് ഫ്രീ ആയിട്ടുണ്ട്. ആളുടെ മൈൻഡ് തന്നെ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് തോന്നുന്നു. സത്യം പറയുകയാണെങ്കിൽ ഇന്നലെ വരെ എൻ്റെ സിസ്റ്റർ പറഞ്ഞു, നിനക്ക് വട്ടുണ്ടോന്ന് എന്നോട് ചോദിച്ചത്. കാരണം നീ ഇത് എന്ത് കണ്ടിട്ട് പോണേ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എന്തായാലും ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് വന്നത്. കാരണം ആരും വലിയ സപ്പോർട്ട് എനിക്ക് വീട്ടിൽ നിന്ന് തന്നിട്ടില്ല. ഹസ്ബൻഡ് പറഞ്ഞു ഇനിയിപ്പോൾ ഇതാണെങ്കിൽ ഇത് ചെയ്ത് നോക്കാം, എന്താ ഉണ്ടാവണേന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കണത്. ഇപ്പൊ പ്രസന്റ്ലി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഡോക്ടർ എല്ലാം മോഡൽ വെച്ചിട്ട് എല്ലാം പറഞ്ഞ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു എന്താണ് കാലിന് പ്രോബ്ലം ആയിരിക്കും എന്നുള്ളത് പറഞ്ഞു തന്നപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി. കാരണം ഞാനും ചെറുതായിട്ട് ഊഹിച്ചിരുന്ന കുറേ കാര്യങ്ങൾ ഡോക്ടറുടെ നിന്ന് കിട്ടി. അപ്പം ഞാൻ ഊഹിക്കുക പറഞ്ഞൊരു സാധാ മനുഷ്യൻ്റെ മൈൻഡിൽ ബ്രെയിനിൽ വരുന്ന കാര്യങ്ങളാണ്. അത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്ക് ഊഹിച്ചെടുക്കുന്നത് ശരിയാണെന്ന് പറയാൻ പറ്റുക സയൻറ്റിഫിക്കലായിട്ട് അറിയില്ല. പക്ഷെ അത് ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചതൊക്കെ ഏതാണ്ട് സംഭവങ്ങൾ ഇതിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറയുകയാണെങ്കിൽ ഇത് ജെന്യുവിനാണ്. കാരണം ഇതിൽ ഞാനൊരു കള്ളത്തരം കണ്ടില്ല. പേഷ്യൻസ് ആരാണ് അനുഭവിക്കുന്നത് ഈ വക പെയിൻ കൊണ്ട് അവർ ട്രൈ ചെയ്യുക, നമുക്ക് പറ്റാവുന്ന ചെയ്യാം. ലാസ്റ്റ് സ്റ്റേജിൽ ഞാൻ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഇത്രയും ഭയം എൻ്റെ അനുജത്തി 2 കാലിലും ഓപ്പറേറ്റ് ചെയ്ത് മുട്ട് മാറ്റി വെച്ചിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ സ്റ്റേജിലേക്ക് ഞാൻ വരും എന്നുള്ളൊരു പേടിയും കൂടി എനിക്കുണ്ടായിരുന്നു. ഞാനും ആ സ്റ്റേജിലേക്ക് വരാൻ പോകുകയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ വേറെ വഴികളുണ്ടോ എന്ന് നോക്കി നടന്നത്. അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം കേട്ടിട്ട് ഇവിടേക്ക് വരാം എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തിയത്. മുട്ടുവേദനയുള്ളവർ ഇവിടെ വന്ന് ഡോക്ടറെ കണ്ട് എല്ലാ സംശയങ്ങളും മാറ്റി ഡോക്ടർ പറയുന്ന രീതിയിൽ എക്സസൈസും കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാനാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഹാപ്പിയാണ്. എൻ്റെ നാട്ടിൽ തന്നെയുള്ള എൻ്റെ ഒരു ചേച്ചി ഇപ്പം എന്നെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടപ്പോൾ ചോദിച്ചത് എന്താ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ കാലിൻ്റെ വേദനയുടെ കാര്യം പറഞ്ഞു. കാരണം ആൾക്ക് ഡൗട്ട് തോന്നി എൻ്റെ. അപ്പം ആള് ശരിക്കും 4th സ്റ്റേജിൽ എന്താ പറയുക തേയ്മാനത്തിലിരിക്കുന്ന ആളാണ്. മുട്ടിന് 2 കാലും
ആ സമയത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. ആള് ഇപ്പോഴും സർജറി നടത്തിയിട്ടില്ല. ഡോക്ടേഴ്സ് എല്ലാം സർജറി ചെയ്യാൻ പറഞ്ഞിട്ട് നടത്താതെ ഈ എക്സസൈസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ആള് എന്നോട് പറഞ്ഞു, എൻ്റെ സ്റ്റേജ് ഒന്നല്ല, ഇത് സ്റ്റാർട്ടിങ് ആയിരിക്കും, ഉള്ള നേരത്തെ പോയിട്ട് ഇതൊന്ന് നോക്ക്, ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. മിക്കവാറും എന്നേലും സ്പീഡില് നിനക്ക് സുഖം കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് നോക്കിയതാണ്. അവിടെയുള്ള ഏതൊരു ജോലിക്കാരനോ ഡ്രൈവേഴ്സ് ആരാണ്ട് പറഞ്ഞിട്ടാണ് ഈ സ്ഥലത്തെ കുറിച്ച് കേട്ട് ഇവിടെ വന്നത്. അപ്പൊ ആള് ചെയ്തിട്ടും ആൾക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് നിൽക്കുന്നത്. മാത്രല്ല ആള് പള്ളിയിലൊന്നും വരാതിരിക്കുകയായിരുന്നു. ഇപ്പൊ ആള് പള്ളിയിലൊക്കെ വന്നു തുടങ്ങി. എന്ന് വെച്ചിട്ട് PT ഉഷ ഓടണ പോലെ ഓടണമെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ആള് നന്നായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നടന്ന് പള്ളിയിൽ വന്ന് പോന്നു. അപ്പൊ അതൊക്കെ കണ്ടപ്പോ ആള് എന്നോട് എടുത്തു പറഞ്ഞു, ഞാൻ 4th സ്റ്റേജിലാണ് നിൽക്കണേന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്കൊരു സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആണ് വന്നു തുടങ്ങിയാണ്, വേഗം പോവാം നോക്കാമെന്ന് വിചാരിച്ചു.